ഫാസ്റ്റർ, ഈ ബ്രദറിൻ്റെ പേര് ആൻ്റണി എന്നാണ്. എരുമേലിൽ നിന്ന് വരുന്നത്. നമ്മുടെ 31st മീറ്റിങ്ങിന് ആദ്യമായിട്ട് ഈ സഭയിൽ കടന്നു വരുന്നത്. ന്യൂ ഇയർ സർവീസിന് വന്ന ആളാ? അതെ. ഓക്കെ. അന്ന് രാത്രിയിൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്നത് വരെ അവിശുദ്ധന്മാർ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തുവായിരുന്നു സന്തോഷ് കുഞ്ഞിന്റെ പ്രശ്നം? കുഞ്ഞ് ജനിച്ച സമയം മുതൽ കുഞ്ഞിൻ്റെ ശരീരത്ത് ഫുള്ള് ചൂടും തലയിൽ നിന്ന് എപ്പോഴും വേർപ്പ് ഉണ്ടാകുകയായിരുന്നു. ആ പ്രാർത്ഥിച്ച ആ നിമിഷം തൊട്ട് ഈ സെക്കൻഡ് വരെ ആ ഒരു അസുഖം കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു കുഞ്ഞിന്റെ പ്രശ്നം? ഞങ്ങൾ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ കുഞ്ഞിന് വിയർപ്പ്, തല സാധാരണ മനുഷ്യനെക്കാട്ടിലും തലയ്ക്ക് വിയർപ്പും അതുപോലെ തന്നെ ഭയങ്കര ചൂടും ശരീരം മൊത്തത്തിൽ വിയർക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പോലും കുഞ്ഞിൻ്റെ തല വിയർത്തൊഴുകുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആശുപത്രികളൊക്കെ കൊണ്ടുപോയി. അപ്പം ഡോക്ടർ പറഞ്ഞു 2 വയസ്സ് വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, തല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അന്നേരം 31st ആരാധന നടക്കുന്നതെന്ന് അന്നേരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കർത്താവിൻ്റെ ദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് വീട്ടിൽ ചെന്നു. അത്ഭുതം എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ ചെന്നു. ടർക്കി കുഞ്ഞിൻ്റെ തലയിൽ ടർക്കി ഇടാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ചൂടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴൊക്കെ ടർക്കി ഇട്ടുകൊണ്ടോ ഇല്ല പോയതും എല്ലാം നല്ല വെയിലത്തൂടെ പോയതും എല്ലാം ചെയ്തിട്ടും, പക്ഷേ അവിടെ വീട്ടിൽ ചെന്നപ്പോഴും തല ഇതുപോലെ തന്നെ സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ തന്നെയുണ്ട് ശരീരവും എല്ലാം. ദൈവം നല്ല വിടുതൽ നൽകി എന്നുള്ളത് വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇതുവരെ ഒരു കുഴപ്പമില്ല? ഇല്ല. ഒരു പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കളെ, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞിന് അത്ഭുത സൗഖ്യം കർത്താവ് തന്നു. സൗഖ്യമാക്കിയത് ഒരു മനുഷ്യനുമല്ല, യേശുവിൻ്റെ കരമാണ്. ബ്രദറിൻ്റെ പേരെന്നാ? ഓക്കെ, ആൻ്റണിയുടെ കുഞ്ഞിനെ യേശു സൗഖ്യമാക്കിയത് യേശുവിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന് കാണിക്കാനല്ല, ആൻ്റണിയും കുടുംബത്തെയും യേശുവിനെ രക്ഷിക്കാനാണ്. ഒയ്യോ, പൊയില വെക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു. ഈ സൗഖ്യത്തിന് ശേഷം അത് നിർത്തി. അപ്പൊ ഇത് ഒരു വെടിക്ക് 4-5 പക്ഷി വീണിട്ടുണ്ട്. കരമൊന്ന് അടിച്ച് ചേർന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പിന്നെ പൊയില വെച്ചിട്ടില്ലല്ലേ? ഇല്ല. മദ്യപിച്ചിട്ടില്ല? ഇല്ല. ഇപ്പൊ എന്നാ വേണ്ടേ? പ്രാർത്ഥന. അതന്നെ. ഹല്ലേലൂയ.